നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിന്റെ ലാസ്റ്റ് വൺ ആയ പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിനെ പറ്റിയാണ്. പ്രീഎംപ്റ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അതിന്റെ പ്രോബ്ലം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം നോൺ പ്രീഎംപ്റ്റീവിന്റെ അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ്. അതായത് അതിന്റെ ആകെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ്ലി ഇപ്പോൾ ഒരു ലോ പ്രയോറിറ്റി ആയിട്ടുള്ള ജോബാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ, ഈ പ്രോസസ്സാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം ഹയർ പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹയർ പ്രയോറിറ്റി ആയിട്ടുള്ള പ്രോസസ്സിനെ CPU-ന് അസൈൻ ചെയ്യും. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? കറന്റ്ലി ലോ പ്രോസസ്സാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ പുതിയതായിട്ടുള്ള ഹൈ പ്രയോറിറ്റി ജോബിന് അസൈൻ ചെയ്യുകയുള്ളായിരുന്നു. പക്ഷെ ഇവിടെയാകുമ്പോൾ എവിടെ വെച്ചാണോ ന്യൂ പ്രോസസ്സ് ഹയർ പ്രയോറിറ്റി ഉള്ള ന്യൂ പ്രോസസ്സ് വരുന്നത് അവിടെ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺടാക്ട് സ്വിച്ച് നടക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ: കൺസിഡർ ദി സെറ്റ് ഓഫ് 5 പ്രോസസ്. 5 പ്രോസസ് ഉണ്ട്, അതിന്റെ അറൈവൽ ടൈം തന്നിട്ടുണ്ട്, ബേസ്റ്റ് ടൈം തന്നിട്ടുണ്ട്, അതിന്റെ പ്രയോറിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ആവറേജ് വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് നോക്കാം. അതിനകത്ത് 5 പ്രോസസ്സിന്റെ കാര്യം പറയുന്നുണ്ട്. സോ നമുക്ക് ആദ്യം P1 എന്ന് പറയുമ്പോൾ 0th ടൈം ആണ്. അപ്പോൾ 0th ടൈമിൽ വേറെ ഒരു പ്രോസസ്സും ഇല്ല. സോ P1 തന്നെയായിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ 0 to 1 വരെ ആര് തന്നെയായിരിക്കും? P1 തന്നെയായിരിക്കും. കാരണം 1ല് പുതിയൊരു പ്രോസസ്സ് വരുന്നുണ്ട്, പുതിയൊരു പ്രോസസ്സ് P2 വരുന്നുണ്ട്. നമുക്ക് അതിന്റെ പ്രയോറിറ്റി നോക്കാം. അതിന്റെ പ്രയോറിറ്റി 5 ആണ്. P1ന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് 5 ആണ്. സോ P1ന്റെ പ്രയോറിറ്റി എന്താണ്? ലോ ആണ് കമ്പയർഡ് ടു P2. സോ എന്ത് ചെയ്യും? നമുക്ക് P1നെ സ്റ്റോപ്പ് ചെയ്തിട്ട് P2നെ റൺ ചെയ്യണം. സോ P2നെ റൺ ചെയ്യും. നമുക്കറിയാം പ്രയോറിറ്റി വാല്യൂ ഹൈ ആണെങ്കിൽ അതെന്ന് പറയുന്നത് ലോ പ്രയോറിറ്റി ആയിരിക്കും. ലോ ആണെന്നുണ്ടെങ്കിൽ അത് ഹൈ പ്രയോറിറ്റി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ 5ഉം 3ഉം കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹയർ പ്രയോറിറ്റി ഉള്ളത് ആർക്കായിരിക്കും? P2-നായിരിക്കും ഹയർ പ്രയോറിറ്റി ഉള്ളത്. സോ P2 എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് അടുത്ത രണ്ടാമത്തെ യൂണിറ്റ് ഓഫ് ടൈം നോക്കുമ്പോൾ, എന്താണ്? P3 വന്നിട്ടുണ്ട്. P3ന്റെ പ്രയോറിറ്റി എത്രയാണ്? 2 ആണ്. സോ കമ്പയർ ടു P2 ആരുടെ പ്രയോറിറ്റിയാണ് കൂടുതലുള്ളത്? പ്രയോറിറ്റി കൂടുതലുള്ളത് P3-ക്കാണ്. സോ P3. അപ്പോ ഇവിടെ നമുക്ക് എത്ര ബേസ്റ്റ് ടൈം P1 എക്സിക്യൂട്ട് ചെയ്തു? ഒരു ബേസ്റ്റ് ടൈം. സോ റിമൈനിങ് 3 ഉണ്ട്. അതേപോലെ P2-ഉം ഒരു ബേസ്റ്റ് ടൈം കംപ്ലീറ്റ് ചെയ്തു. സോ റിമൈനിങ് 2 ഉണ്ട്. അതും കൂടെ ഒന്ന് നോക്കി പോവാം. ഇനി അടുത്തത് P3 ഒരു ബേസ്റ്റ് ടൈമേ ഉള്ളൂ. സോ അത് 3 എന്ന് പറയുന്ന അടുത്ത് വെച്ച് കംപ്ലീറ്റ് ആയി. സോ P3-ല് റിമൈനിങ് കഴിഞ്ഞു. ഇനി P4 വരുമ്പോൾ തേർഡ് ടൈമിൽ ആര് മാത്രമേ ഉള്ളൂ? തേർഡ് ടൈമിൽ P4 മാത്രമേ ഉള്ളൂ. ഹയർ P4 ഉണ്ട്, P2 ഉണ്ട്, P1 ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഹയർ പ്രയോറിറ്റി ഉള്ളത് ആർക്കാണ്? P4-നാണ് ഹയർ പ്രയോറിറ്റി ഉള്ളത്. സോ P4 എക്സിക്യൂട്ട് ചെയ്യും. സോ അടുത്ത യൂണിറ്റ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ 4 യൂണിറ്റ് ഓഫ് ടൈമിൽ നോക്കുമ്പോൾ P5-ഉം കൂടെ വരുന്നു. P5ന്റെ പ്രയോറിറ്റി എന്താണ്? 1 ആണ്. സോ രണ്ടിന്റെ പ്രയോറിറ്റി 1 ആണ്. സോ P4 തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ എവിടം വരെ കണ്ടിന്യൂ ചെയ്യും? 5 യൂണിറ്റ് ടൈം വരെ കണ്ടിന്യൂ ചെയ്യും. സോ 8 വരെ കണ്ടിന്യൂ ചെയ്യും. ദെൻ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? അതിനുശേഷം P5 എക്സിക്യൂട്ട് ചെയ്യുന്നു. P5-നാണ് ഹയർ പ്രയോറിറ്റി ഉള്ളത്. അതിന്റെ യൂണിറ്റ് ഓഫ് ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് 2. സോ 10 വരെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി അടുത്തത് റിമൈനിങ് ആയിട്ടുള്ളത് 2 പ്രോസസ്സ് മാത്രമാണ്. ഏതൊക്കെയാണ്? P1ഉം P2. അതിന്റെ അകത്ത് ഹയർ പ്രയോറിറ്റി ഉള്ളത് ആർക്കാണ്? P2. സോ P2 എവിടം വരെ എക്സിക്യൂട്ട് ചെയ്യും? 12 യൂണിറ്റ് ഓഫ് ടൈം വരെ എക്സിക്യൂട്ട് ചെയ്യും. റിമൈനിങ് ഉള്ളത് ആരാണ്? P1 ആണ്. P1 എത്ര ടൈം? 3 യൂണിറ്റ് ടൈം. സോ 15. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 4 + 3 7 8 13 15. സോ 15 ആണ് ലാസ്റ്റ് വന്നത്. സോ കറക്റ്റ് ആണ്. നമുക്കൊന്ന് കംപ്ലീഷൻ ടൈം കണ്ടുപിടിക്കാം ഓരോ പ്രോസസ്സിന്റെയും. P1 കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? 15 യൂണിറ്റ് ഓഫ് ടൈമിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. P2 കംപ്ലീറ്റ് ചെയ്യുന്നത് 12 യൂണിറ്റ് ഓഫ് ടൈമിലാണ്. P3 കംപ്ലീറ്റ് ചെയ്യുന്നത് 3 യൂണിറ്റ് ഓഫ് ടൈമിലാണ്. P4 കംപ്ലീറ്റ് ചെയ്യുന്നത് 8 യൂണിറ്റ് ഓഫ് ടൈമിലാണ്. P5 കംപ്ലീറ്റ് ചെയ്യുന്നത് 10 യൂണിറ്റ് ഓഫ് ടൈം. ഇനി ടേൺ അറൗണ്ട് ടൈം, കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. 15 - 0 0 15. 12 - 1 11. 3 - 2 1. 8 - 5 3. 8 - 3 എന്ന് പറയുമ്പോൾ 5 എന്ന് വരും. 10 - 4 6. ഇനി നമുക്ക് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാം. 15 - 4 11. Then 11 - 3 എന്ന് പറയുന്നത് 8. 1 - 1 എന്ന് പറയുന്നത് 0.
5 മൈനസ് 5 എന്ന് പറയുന്നത് 0, 6 മൈനസ് 2 എന്ന് പറയുന്നത് 4. സോ വെയിറ്റിംഗ് ടൈം എല്ലാം കിട്ടി. ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കാം. 15 plus 11 26, 26 plus 1 27, 32 38. 38 divided by 5, 7.6, and 19 23. 23 divided by 5, 4.6. അപ്പോൾ 7.6ഉം 4.6ഉം ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 7.6ഉം 4.6ഉം തന്നെയാണ് കറക്റ്റ് ആൻസർ കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ്. സോ ആവറേജ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് 7.6ഉം ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 4.6ഉം ആണ്. ഇങ്ങനെയാണ് പ്രീ എംപ്റ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് മൾട്ടി ലെവൽ ഷെഡ്യൂളിംഗ്, മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റെഡി ക്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ക്യൂവിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ചില പ്രയോറിറ്റി ബേസ് ചെയ്ത് പ്രോസസ്സിനെ അറേഞ്ച് ചെയ്യും. എന്നിട്ട് ഓരോ ക്യൂക്കകത്തും റെഡി ക്യൂവിനെ ഞാൻ ഒരു 5 ക്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഓരോ ക്യൂവിലും ഞാൻ പ്രോസസ്സിനെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അവരുടെ പ്രയോറിറ്റി വെച്ച് അവര് ഏത് ടൈപ്പ് പ്രോസസ് ആണെന്ന് പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ അവർ മെമ്മറി സൈസ് യൂസേജ് വെച്ചായിരിക്കും, അല്ലെങ്കിൽ പ്രോസസ്സിന്റെ പ്രയോറിറ്റി വെച്ചായിരിക്കും. ഇത്രയും ടൈപ്പിൽ ഞാൻ എന്ത് ചെയ്യും, പ്രോസസ്സിനെ അറേഞ്ച് ചെയ്യും. ഓരോ ക്യൂവിനകത്ത് ഞാൻ ഇടും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, ഓരോ ക്യൂവിനകത്തും ഞാൻ ഡിഫറെന്റ്, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതിൽ ഏതെങ്കിലും ചിലപ്പോൾ ചില ക്യൂവിനകത്ത് ഫസ്റ്റ് ക്യൂവിനകത്ത് ഞാൻ റൗണ്ട് റോബിൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, സെക്കൻഡ് ക്യൂവിനകത്ത് ഞാൻ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലതിനകത്ത് ഞാൻ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഓരോ ക്യൂവിനും ഡിസൈഡ് ചെയ്യാം ഏത് പ്രോസസ്സാണ്, ഏത് ഷെഡ്യൂളിംഗ് ആണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാം. ദെൻ എന്താണ്, ഇൻ അഡീഷൻ ദർ മസ്റ്റ് ബി എ ഷെഡ്യൂളിംഗ് എമംഗ് ക്യൂസ് വിച്ച് ഈസ്, ഇനി ഈ ക്യൂസിനകത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഏതാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ ഈ ക്യൂവിനകത്ത് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിനകത്ത് കിടക്കുന്നത് ഹയർ പ്രയോറിറ്റി ക്യൂസ് ആയിരിക്കും, ഏറ്റവും ലോവർ ബോട്ടത്തിനകത്ത് കിടക്കുന്നത് ലോവർ പ്രയോറിറ്റി ആയിരിക്കും. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനാണെങ്കിൽ റെഡി ക്യൂവിനെ എത്ര ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം പ്രോസസ് എന്ന് പറയുന്നത് ആദ്യം, ഇന്ററാക്റ്റീവ് പ്രോസസ് എല്ലാം ഒരു ക്യൂവിനകത്ത്, ഇന്ററാക്റ്റീവ് എഡിറ്റിംഗ് പ്രോസസ് എല്ലാം ഒരു ക്യൂവിനകത്ത്, ബാച്ച് പ്രോസസ്, സ്റ്റുഡന്റ് പ്രോസസ്, ഇതെല്ലാം ഓരോ ക്യൂ. അപ്പൊ സ്റ്റുഡന്റ് പ്രോസസ് വന്നു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ക്യൂവിലായിരിക്കും വരുന്നത്. ഒരു സിസ്റ്റം പ്രോസസ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ക്യൂവിനകത്ത് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിന്റെ അകത്ത് ഓരോ പ്രോസസ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത് മെമ്മറി സൈസോ അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ പ്രോസസ്സിന്റെ ടൈപ്പോ അല്ലെങ്കിൽ പ്രയോറിറ്റിയോ വെച്ചായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ക്യൂവിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യൂവിനകത്ത് നമ്മൾ എന്തായിരിക്കും, ഹയർ പ്രയോറിറ്റി ആയിട്ടുള്ള ജോബ് ആയിരിക്കും നമ്മൾ വയ്ക്കുന്നത്. അങ്ങനത്തെ ഒരു ഷെഡ്യൂളിംഗ്. അതേപോലെ തന്നെ ഇപ്പോൾ സിസ്റ്റം പ്രോസസ്സിനകത്ത് ഞാൻ ചിലപ്പോൾ റൗണ്ട് റോബിൻ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷേ സ്റ്റുഡന്റ് പ്രോസസ്സിനകത്ത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയിരിക്കും ചെയ്യുന്നത്. അത് ഓരോ ക്യൂവിനെ ഡിസൈഡ് ചെയ്യാം ഏത് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ് ഫോളോ ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഷെഡ്യൂളിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ്. ഇതിന്റെ അകത്ത് റെഡി ക്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും, പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ അകത്ത് ഓരോ ക്യൂ ജനറേറ്റ് ചെയ്യിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിംഗ്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് നമുക്ക് എന്തെന്ന് പറയാം, മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗിന്റെ ഒരു വിച്ച് ഈസ് ഇക്വലന്റ് ആണ്, പക്ഷെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ പ്രോസസ്സിന്റെയും പ്രയോറിറ്റി ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഫസ്റ്റ് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when a process, ഇപ്പോൾ നമുക്ക് ഈ ഒരു മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിംഗ് ഡിഫറെന്റ് മെത്തേഡ്സിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. വൺ ടൈപ്പ് ഓഫ് ഇംപ്ലിമെന്റേഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഇതിന്റെ അകത്ത് ഞാൻ 3 ക്യൂസ് ആണ് വിളിക്കുന്നത്. when a process executing, then it's first enter Q1. Q1-നകത്താണ് ആദ്യം എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് Q1-നകത്ത് process execute for 8 unit of time and if it completes, അതായത് 8 ക്വാണ്ടം ഉള്ള ഒരു പ്രോസസ് ആണ്. നമ്മൾ റൗണ്ട് റോബിൻ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ റൗണ്ട് റോബിനകത്ത് 8 ക്വാണ്ടം ഓഫ് ടൈം ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 8 ക്വാണ്ടം ഓഫ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ് എല്ലാം ആ ക്യൂവിനകത്ത് വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ ചില പ്രോസസ്സ് കൂടുതൽ ടൈം എടുക്കുന്ന പ്രോസസ്സ് കാണും. അങ്ങനത്തെ പ്രോസസ്സിനെ ഞാൻ എന്ത് ചെയ്യും, അടുത്ത ക്യൂവിലേക്ക് മൂവ് ചെയ്യും. അതിന്റെ ക്വാണ്ടം ഓഫ് ടൈം എത്രയായിരിക്കും, 16 ആയിരിക്കും. അതിന്റെ ക്വാണ്ടം ഓഫ് ടൈം 16 ആയിരിക്കും. 16 ആകുമ്പോൾ എന്ത് ചെയ്യും, ചില പ്രോസസ്സ് സെക്കൻഡ് ക്യൂവിൽ ഈ ഒരു 16 ക്വാണ്ടം ഓഫ് ടൈം കഴിയുമ്പോൾ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനത്തെ പ്രോസസ്സിനെ ഞാൻ എന്ത് ചെയ്യും, അവിടെ വെച്ച് തന്നെ റിമൂവ് ചെയ്യും. ഇനിയും ചില പ്രോസസ്സ് എന്ത് കാണും,
അതിനും വെച്ച് കംപ്ലീറ്റ് ചെയ്യാത്തത് കുറെ ടൈം വേണ്ടി വരുന്ന പ്രോസസ്സാണ്. അതിനെ എന്ത് ചെയ്യും, ഞാൻ വേറൊരു ക്യൂവിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതെന്ന് പറയുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. അപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം, അതായത് 16 ടൈമിന് ശേഷമുള്ള ക്വാണ്ടം ഓഫ് ടൈം എല്ലാം ഒരുമിച്ച് ഒറ്റ സെറ്റായിട്ട് ചെയ്ത് തീർക്കും. അപ്പോൾ എന്ത് വരുന്നില്ല, ഒരു സ്റ്റാർവേഷൻ ഒരിക്കലും ആ ഒരു പ്രോസസ്സിനൊന്നും വരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, എന്താണ്, നമ്മളെ ക്വാണ്ടം ഓഫ് ടൈം 8 ക്വാണ്ടം ഓഫ് ടൈം വെച്ചായിരിക്കും. ആ ക്വാണ്ടം ഓഫ് ടൈമിൽ കഴിയാത്ത പ്രോസസ്സിനെ നമ്മൾ അടുത്ത ക്യൂവിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അടുത്ത ക്യൂവിൽ ക്വാണ്ടം ഓഫ് ടൈം എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി ഇരട്ടിയായിരിക്കും. അപ്പോൾ അതിൽ വെച്ച് ഓൾമോസ്റ്റ് ഓൾ ദി പ്രോസസ്സ് കഴിയും. പിന്നെ റിമൈനിങ് ആയിട്ടുള്ള പ്രോസസ്സ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് മാനറിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ നടത്തുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനകത്ത് നമുക്കുള്ളത്. ഇനി അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ SRTF, അപ്പോൾ ഇവിടെ എന്താണ്, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ആയിട്ടുള്ള പ്രോസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇഫ് ടു പ്രോസസ് ഇൻ ദ റെഡി ക്യൂ ഹാവ് സെയിം എക്സ്പെക്ടഡ് CPU ബേസ്റ്റ് ടൈം, അപ്പോൾ രണ്ടിനും റിമൈനിങ് ടൈം എന്ന് പറയുന്നത് സെയിം ആണ് എന്നുണ്ടെങ്കിൽ, റിമൈനിങ് ടൈം എന്ന് പറയുന്നത് രണ്ടിനും സെയിം ആണെന്ന് വിചാരിക്കുക. സെയിം ആണ് എന്നുണ്ടെങ്കിൽ ഏത് പ്രോസസ്സിനെ ആയിരിക്കും ഗിവ് ചെയ്യുന്നത്? The first one that has come second, the process that made the request first, the one that has come second first request. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് അറിയേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമുക്ക് പ്രോസസ് റെഡി ക്യൂവിന്റെ അകത്ത് രണ്ടും സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രോസസ് ആയിരിക്കും, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്ന ആളെ ചെയ്യുക. അപ്പോൾ റിക്വസ്റ്റ് ആദ്യം ചെയ്യുന്ന പ്രോസസ്സിന് ഏതാണോ അത് ചെയ്യുക. ദാറ്റ് ഈസ് ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ റൗണ്ട് റോബിൻ ഇഫ് ദ ടൈം ക്വാണ്ടം ഈസ് വെരി ഹൈ. അപ്പോൾ നമുക്കറിയാം ടൈം ക്വാണ്ടം വെരി ഹൈയും വെരി ലെസ്സും ആവരുത്. വെരി ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്രീക്വന്റ് കോണ്ടാക്ട് സ്വിച്ച് ആണോ, ഇക്വലന്റ് ടു ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ, നൺ ആണ്. അപ്പോൾ നമുക്കറിയാം ഫ്രീക്വന്റ് കോണ്ടാക്ട് സ്വിച്ച് വരുന്നത് എപ്പോഴാണ്? ടൈം ക്വാണ്ടം എന്ന് പറയുന്നത് വെരി ലെസ് ആവുമ്പോഴാണ്. വെരി ഹൈ ആവുമ്പോൾ വിച്ച് ഈസ് ഈക്വലന്റ് ടു ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പ്രിഎംപ്റ്റീവ് വെർഷൻ ഓഫ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, വെർഷൻ ഓഫ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഈസ് ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ്. ഇങ്ങനെ ഒരു അൽഗോരിതമേ ഇല്ല, ഷെഡ്യൂളിംഗ് അൽഗോരിതമേ ഇല്ല. ഇതെന്ന് പറയുന്ന ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ്. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ആണോ, റൗണ്ട് റോബിൻ ആണോ? റൗണ്ട് റോബിൻ എന്തായിരുന്നാലും അല്ല, അതെന്ന് പറയുന്നത് എന്താണ്, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്ന് പറയുന്നതാണ് പ്രിഎംപ്റ്റീവ് വെർഷൻ ഓഫ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഓക്കെ, then process are classified into different groups in ഏത് പ്രോസസ്സിനെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ക്യൂസ് ആയിട്ട് മാറ്റുന്നത് ഏത് അൽഗോരിതത്തിനകത്താണ്? ഷോർട്ടസ്റ്റ് ജോബ് ഷെഡ്യൂളിംഗ് അൽഗോരിതം, റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതം, പ്രയോറിറ്റി മൾട്ടി ലെവൽ ക്യൂ. അത് ഏത് അൽഗോരിതമാണ്? മൾട്ടി ലെവൽ ക്യൂവിനകത്താണ്. അതിനകത്ത് റെഡി ക്യൂവിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യും. അപ്പോൾ അതേപോലെ പ്രോസസ്സിനെ നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് മാറ്റുന്നത് ഏതിനകത്താണ്? മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗിനകത്താണ്. Which of the following are true? Shortest remaining time scheduling may cause starvation. Preemptive scheduling may cause starvation. And round robin is better than first come first serve in terms of response time. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ഇപ്പോൾ വരുന്ന പ്രോസസ്സുകൾ എല്ലാം ചെറുതാണ് എന്നുണ്ടെങ്കിൽ വലിയ പ്രോസസ്സ് എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു ഇതിനെയാണ് നമ്മൾ സ്റ്റാർവേഷൻ എന്ന് വിളിക്കുന്നത്. സിമിലർലി പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗിനകത്ത് എല്ലാം വരും. പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് വരും, അതേപോലെ റൗണ്ട് റോബിൻ വരും. റൗണ്ട് റോബിൻ ഒഴിച്ച് ബാക്കി എല്ലാ ഷെഡ്യൂളിംഗും എന്ത് തരുന്നുണ്ട്? സ്റ്റാർവേഷൻ തരുന്നുണ്ട്. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ആയിരുന്നാലും പ്രയോറിറ്റി ആയിരുന്നാലും സ്റ്റാർവേഷൻ തരുന്നുണ്ട്. സോ ജനറിക് ആയിട്ട് പറയാത്തത് കാരണം, റൗണ്ട് റോബിൻ എന്ന് പറഞ്ഞ് എടുത്തു പറയാത്തത് കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല സ്റ്റാർവേഷൻ തരുന്നില്ല എന്ന്. സോ അതും കറക്റ്റ് ആണ്. Then round robin is better than first come first serve. Yes, റെസ്പോൺസ് ടൈമിന് കാരണം ഓരോ സൈക്ലിക് ആയിട്ട് വരുന്നതനുസരിച്ച് അവരെ പ്രോസസ് ചെയ്യുന്നുണ്ട്. മറ്റേതെന്ന് പറയുമ്പോൾ ആദ്യം വരുന്നതിനെയാണ് ആദ്യം സെർവ് ചെയ്യുന്നത്. സോ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ഏതിനായിരിക്കും ബെറ്റർ? ആദ്യം വരുന്നത് ഒരു ഹൈ ടൈം എടുക്കുന്ന പ്രോസസ് ആണെങ്കിൽ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിനകത്ത് ഗ്രേറ്റർ ആവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം റൗണ്ട് റോബിൻ ആണ് ഏതിനെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ. സോ ഈ മൂന്ന് ആൻസറും കറക്റ്റ് ആണ്, ട്രൂ ആണ്. സോ 1, 2 and 3 ആർ ദി കറക്റ്റ് ആൻസർ. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോസസ് ഷെഡ്യൂളിങ്ങിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.